കർക്കിടക മാസമായിട്ട് ഞങ്ങൾക്ക് ഒരു അമ്പലത്തിലും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. എല്ലാവരും പനിയും അസുഖങ്ങളൊക്കെ ആയിട്ടാണ് വീട്ടിൽ ആകെ തലയിടായി കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ശ്രീരാമസ്വാമി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കരിമ്പുഴയുള്ള വൈകുന്നേരം ദീപാരാധന സമയത്താണ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ശ്രീകുട്ടിയും ഏട്ടനും കുഞ്ഞുവാവയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുവാവേനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യമായിട്ടാണ് അവളെ കൂട്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ കർക്കിടകവാവിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കർക്കിടകവാവ് ദിവസം ഇവിടെ നല്ല തിരക്കായിരിക്കും, ബലിയിടാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ് നടക്കുകയുണ്ടായിരുന്നു. അവിടെ കുറേ ക്യൂ നിൽക്കാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ ഇലയും പൂവും അതൊക്കെ നേടിയേക്കുന്ന കണ്ടു. പിന്നെ ഞങ്ങൾ പുഴേൻ്റെ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുഴയിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും കാര്യങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുവാവ ഇപ്പോൾ ഓരോ അടി ഇങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ എവിടെയെങ്കിലും നിന്നാലൊക്കെ ഇങ്ങനെ കയറി പോവുക, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. കുസൃതിയാണ് ഫുള്ള്. അപ്പോൾ പിന്നെ ഞങ്ങളത് അവിടുന്ന് പിന്നെ ബ്രഹ്മീശ്വരത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. കരിമ്പുഴ ശ്രീരാമസ്വാമി അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ബ്രഹ്മീശ്വരം ശിവൻ്റെ അമ്പലം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടേക്കും കൂടെ ഒന്ന് പോയിട്ട് അവിടെയും ദീപാരാധന തൊഴുതിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ ആയി ഞങ്ങൾ ഒരു അമ്പലത്തിലും പോയിട്ടില്ല. ഇവിടേക്ക് വന്നിട്ടും കുറേ ആയിട്ടുണ്ടായിരുന്നു. കർക്കിടക മാസമായിട്ട് ഒരു അമ്പലത്തിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തൊന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ശ്രീകുട്ടിയോട് ഞാൻ പറഞ്ഞു, അവിടെ നന്ദിയുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിക്കും, അപ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ പോയിട്ട് എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചതുമില്ല. അപ്പോൾ എന്തായാലും നടക്കട്ടെ.